ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഡ്വഞ്ചർ സ്റ്റോറീസ്. അഡ്വഞ്ചർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബാംഗ്ലൂരിൽ കുറച്ച് ഇഡൻ സ്പോട്ടുകളൊക്കെ തേടിയിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ യാത്രയുടെ ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് കിട്ടിയ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അക്കാമ ബേട്ട ഹിൽസിലേക്കാട്ടോ. അക്കാമ ബേട്ട ഹിൽസ് എന്ന് പറയപ്പെടുന്ന ടെമ്പിളാണ്. ഇതൊരു ഹില്ലിൻ്റെ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ പുലർച്ചെ രാവിലത്തെ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പുലർച്ചെ രാവിലെ ഒരു 5:30 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഏകദേശം 30 മിനിറ്റിൻ്റെ യാത്രയുണ്ട് നമ്മൾ നിൽക്കുന്ന നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഈ പ്ലേസിലോട്ട് കേട്ടോ. അങ്ങനെ 5:30 മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം ഒരു 6 മണിയായപ്പോൾ നമ്മളിവിടെ റീച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ റീച്ച് ചെയ്തിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ബാക്കി വീഡിയോയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലി മോർണിംഗ് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഈ ബേട്ട ഹിൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല കിട്ടുന്നതായിട്ട് സൺറൈസ് കാണാൻ കഴിയും. അതേപോലെ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഈ ഹിൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൺസെറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ഹിൽസിൻ്റെ ടോപ്പിലേക്കാട്ടോ നമ്മൾ കയറി പോകാൻ പോകുന്നത്. ആക്ച്വലി വണ്ടി അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്തിട്ട് തന്നെ ഈ ഹിൽസിൻ്റെ ടോപ്പിലേക്ക് കയറ്റി പോകാനുള്ള പരിപാടിയിലാട്ടോ ഉള്ളത്. എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ എയർപോർട്ടിൻ്റെ കിട്ടില്ല നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് താവുന്നതും അതേപോലെ ഫ്ലൈറ്റ് പൊട്ടുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു വൈബസ്റ്റിക് സ്പോട്ടാണത്. ഈ ഹിൽസിലേക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു വഴിയാട്ടത്. ഇവിടെ 2 വേ ഉണ്ട്. ഈ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ ടെമ്പിളിലേക്ക് കയറാം, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹിൽസിൻ്റെ ടോപ്പിലേക്ക് കയറാനുള്ള വേ ആട്ടത്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സ്പോട്ടാട്ടോ. നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഫഹദ് ഫാസിലിൻ്റെ ആവേശം മൂവിയിലുള്ള ആ സീക്വൻസ് ഒക്കെ ഉണ്ടോ. അതായത് നമ്മുടെ എന്താ പറയുക ബിബി മോനെ കാണാത്ത സീനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അമ്മ വിളിക്കുന്ന സീൻ, ആ സ്പോട്ടാട്ടോ കറക്റ്റ് ഈ സ്പോട്ട് ഗൈസ്. അങ്ങനെ നമ്മളും വണ്ടി ഇവിടെ കയറ്റിയിരിക്കുകയാണ്. ഇതുപോലുള്ള കുറേ പാറകൾ ഇവിടെ വലിയ മല പൊട്ടിയിട്ട് വന്നിട്ടുള്ള പാറകളാട്ടോ ഇതൊക്കെ. ഒരുപാട് റോക്സ് ഉണ്ട് ഇവിടെ. ഗായ്സ് അങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഒരു 360 ഡിഗ്രി വ്യൂ ആണ് ഇതിൻ്റെ മൊത്തത്തിൽ. അവിടെ ഞാൻ അങ്ങോട്ടുണ്ട് കുറച്ചും കൂടി കയറി പോകാനുണ്ട്. അങ്ങോട്ട് ആ മേലോട്ട് കുറച്ചും കൂടി കയറി പോകാനുണ്ട്. നല്ല കാറ്റാട്ടോ, അടിപൊളി കാറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റ്. അവിടെ ഒരു രക്ഷയില്ല. 24/7 കാറ്റാണ് ഇവിടെ. കാറ്റ് കൊണ്ട് ഇങ്ങനെ വൈബടിച്ച് ഇരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണത്. ഏകദേശം ബാംഗ്ലൂർ സിറ്റിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആ ട്രാഫിക്കും കാര്യങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ടാണിത് ഗൈസ്. ഇതുപോലത്തെ ഫുള്ള് റോക്കാട്ടോ ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ ഇവിടെ വലിയ ഈ ഒരു മല ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു സമയത്ത് പൊട്ടി കഷ്ണങ്ങളായിട്ട് തിരിഞ്ഞ ശേഷമുള്ള പാറകളാട്ടോ ഇതൊക്കെ. നല്ല രസമുള്ള വ്യൂ ആട്ടോ ഇവിടെ. അടിപൊളി വ്യൂ എന്നാണ്, അടിപൊളി വ്യൂ.
കാരണം 4 ഭാഗത്തും ഫുള്ള് വ്യൂ ആണ്. ഈ മലൻ്റെ 4 സൈഡിലായിട്ട് മൊത്തത്തിൽ വ്യൂ ഉള്ള സ്പോട്ടാട്ടോ ഇത്. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല കാറ്റുമാണ് ഇവിടെ. ഇപ്പം ഏകദേശം ഒരു 7 മണി സമയമായപ്പം സൂര്യൻ ഇതാ ഉച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ അക്കാമൻ്റെ ടോപ്പിലുള്ളൊരു ടെമ്പിളാട്ടോ ഇത്. നല്ല നൈസ് ടെമ്പിൾ. അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പാറൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് ഈ ടെമ്പിൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ശിവൻ്റെ ടെമ്പിളാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഇവിടെ അക്കാമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടാണിത്. ഈ ഒരു പാറൻ്റെ നേരെ താഴെയായിട്ടാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യണം കേട്ടോ. ഏകദേശം അങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള റോക്സും വ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടത്. അതായത് ഫുള്ള് ബാംഗ്ലൂരിൻ്റെ ടൗണെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫുൾ വ്യൂ ഉള്ളൊരു സ്പോട്ടാട്ടത്. ഫുള്ള് ഇതേപോലത്തെ ഫുള്ള് റോക്കാണ് മൊത്തം. നല്ല ഭംഗിയുള്ള റോക്കുകളാട്ടോ. ഈ പാറ കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റോക്ക്. നിൽക്കുന്നത് തന്നെ നല്ല രസമാട്ടോ. ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഇതിലേക്ക് ഈ സാധനമൊക്കെ നിൽക്കുന്നൊക്കെ നല്ല രസമാണ്. അത് ഫുള്ള് റോക്കാണ് മെയിനായിട്ട്. പാറയൊക്കെ നിൽക്കും നോക്കി, ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഈ ഒരു പാറിൻ്റെ ചെറിയ സപ്പോർട്ടിലാട്ടോ ഇതൊക്കെ ശരിക്കും. ഗൈസ്, അങ്ങനെ ചെറിയൊരു വീഡിയോ ഇവിടെ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് താഴേക്കിറങ്ങാം കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. വീക്കെൻഡിലൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഏറ്റവും അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം അഡ്വഞ്ചർ സ്റ്റോറീസ്. ബൈ.